അങ്ങനെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫേസ് കണ്ണാടി നോക്കാൻ വന്നതാണ്. ഇപ്പോൾ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ഡെയിലി എപ്പോഴും ഒരു 1, 2, 3 പ്രാവശ്യമെങ്കിലും കണ്ണാടി നോക്കി ഒന്ന് റിസർച്ച് നടത്താറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ പാടുകൾ മാറിയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ടെസ്റ്റ് എല്ലാം ഒന്ന് നിരീക്ഷിക്കുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, പാടൊന്നും മാറണില്ല അങ്ങനെ. എന്നാലും പണ്ടത്തെക്കാട്ടി ബെറ്റർ ഉണ്ട്. പിന്നെ ഇപ്പോൾ ബ്ലഷ് ഒന്നും ഇടേണ്ട ആവശ്യമില്ലാണ്ട് ബ്ലഷിനെ പോലെ ഇവിടെ നിന്ന് ചുമന്നിരിക്കുന്നുണ്ടോ, ഇവിടെയൊക്കെ കുറച്ച് മാറാറുണ്ട്. പിന്നെ ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സാരമില്ല. അപ്പം നമുക്ക് ഷോപ്പിൽ പോകാനാണ് അടുത്ത പരിപാടി. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് റെഡിയായിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. ഇനി ഞാനിടാൻ പോകുന്നത് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നുമല്ല. ആക്സിഡൻറ്റിന് ശേഷം ഞാനിപ്പോൾ വേറെ കുറേ ക്രീമുകളാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇത്രയും ക്രീമുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ക്രീമുകളല്ല ഗൈസ്, ഇത് മരുന്നുകളാണ്. മെഡിസിൻ. നമ്മുടെ മുറിവിലും സ്റ്റിച്ച് മാർക്കും ചുണ്ടിൻ്റെ അകത്തൊക്കെ ഇടുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇത്രയും മരുന്നുകളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ ഉപയോഗിക്കേണ്ട, മുറിവൊക്കെ ഉണങ്ങിയോണ്ട്. ഇതെൻ്റെ മുറിവിലിടുന്ന മരുന്നാണ്. അതുപോലെ തന്നെ ഇത് ചുണ്ടിൻ്റെ അകത്തിടുന്ന, മുറിവിലുണ്ടായിരുന്ന സമയത്ത് ഇടുന്നതാണ്. ഇപ്പോഴും കമ്പി കയറി കൊള്ളുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഈ ഡോഗ്, സോറി, ടുട്ടുടുവിൻ്റെ ബഹളമാണ് ഈ കേൾക്കുന്നത്, നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണിത്. ഇത് മരുന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് മാർക്ക് മാറാനുള്ളത്. ഇത് രാവിലെയും വൈകിട്ട് ഞാൻ ഇടാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ തേനാണ് ഇടുന്നത്. ഇവിടെയും തേനിടും. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച്. പണ്ടത്തെന്ന് വെച്ചാൽ 1 മാസം മുമ്പുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ ഇനി ഇതാണ് ഞാൻ ഇപ്പോൾ രാവിലെ വൈകിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന്. സ്റ്റിച്ച് മാർക്ക് മാറാനുള്ളതാണ്. അപ്പോൾ ഒന്ന് അപ്പോൾ ഇനി ഒരുങ്ങിയിട്ട് വന്നിട്ട് വീഡിയോ കാണിക്കാം. അപ്പോൾ കുളി കഴിഞ്ഞാൽ മുടി കെട്ടുന്നത് എനിക്കങ്ങനെ താല്പര്യമില്ല പെട്ടെന്ന് തന്നെ. കാരണം എന്തെന്ന് വെച്ചാൽ നനഞ്ഞ മുടി കെട്ടാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് നനഞ്ഞ മുടി കെട്ടാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം നനഞ്ഞ മുടി നമ്മൾ കെട്ടുകയാണെങ്കിൽ നമുക്ക് മുടിക്ക് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് ഞാനങ്ങനെ, പിന്നെ ഷോപ്പിൽ പിന്നെ പോകുമ്പോഴത്തേക്കും മുടി കെട്ടാതെ പോയി കഴിഞ്ഞാൽ പ്രാന്തികൾ ഇങ്ങനെ എവിടെ നിന്നോ ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീല് വരുന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഈ 2 സൈഡ് മാത്രം കോതിയതിന് ശേഷം ഞാൻ സാധാരണ ഈ മുടി ഇങ്ങനെ എടുത്ത് ജടയൊക്കെ അങ്ങ് മാറ്റി ഇട്ടിട്ട് ഒരു ചെറിയൊരു ടിക്ക് കൊടുക്കും. മുടി നല്ല കൊഴിച്ചിലുണ്ട് കേട്ടോ. ഓക്കെ, നല്ല കൊഴിച്ചിലുണ്ട്. ആരോ കണ്ണു വയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുടിയുടെ ജടയൊക്കെ കറുത്തതിന് ശേഷം നമ്മൾ ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഇങ്ങനെ കോതാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് വെച്ച് ഒരു ചെറിയൊരു ഇതാണ് കൊടുക്കുന്നത്. ഒരു ടിക്ക് കൊടുക്കാം. സ്ലൈഡ് വെളിയിരിക്കുകയാണ്, അല്ല അപ്പുറത്തിരിക്കാൻ എടുത്തോണ്ടിരട്ടെ. അപ്പോൾ മുടി കെട്ടലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫേസിൽ ക്രീം ഇടാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സൺസ്ക്രീൻ അല്ല ഉപയോഗിക്കുന്നത്. അയ്യോ നിൽക്കിയപ്പോൾ തന്നെ പോയി. സംഭവം ഇതിൽ ഒത്തിരി ഉള്ളു കേട്ടോ. തീർന്ന് സ്റ്റിച്ചിലിടും. ശരി, ഇവിടുത്തതൊക്കെ നല്ലതുപോലെ അങ്ങ് മാറി കേട്ടോ. ഇവിടെ നല്ല കുഴിയായിരുന്നു.
പക്ഷെ ഇവിടെയാണ് ഭയങ്കര വലിയൊരു പാട്. ഇവിടെയും കൂടെ ഇടാം. അവിടെ ഇടുന്ന മരുന്ന് ഇതാണ് തീർന്നത്. രണ്ടും കൂടെ എടുത്തിട്ട് എൻ്റെ അമ്മ എന്തെങ്കിലും ചൊറി അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞു, ഫേസിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ തേനാണ് ഞാൻ ഇടുന്നത്. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഇടണ്ട, ഇത് കഴിഞ്ഞിട്ട് മേക്കപ്പ് കഴിഞ്ഞിട്ടിടാം. കാട്ട് വിരിയായി, ത്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. ത്രെഡ് മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം എനിക്ക് ത്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടും ഒരു ഷേപ്പ് ആക്കിയതാണ്. സ്റ്റിച്ച് വന്നതിന് ശേഷം തന്നെ ഇവിടെ ഇങ്ങനെ വലിച്ച ഒരു സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരു പിരി ഇങ്ങനെ പൊങ്ങി അടിക്കണം. ഇത് താന്നു, അല്ലെങ്കിൽ ഇത് താന്നത് പൊങ്ങി അടിക്കണം. ഇതിപ്പോൾ സ്റ്റിച്ചും കൂടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി കൂടെ പൊങ്ങി. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇത് നല്ലോണം പൊങ്ങി അടിക്കുന്നത് താന്നിരിക്കണം. അതുകൊണ്ട് ഈ ഐബ്രോസ് ഒന്ന് നല്ലോണം പൊക്കി വരയ്ക്കും ഞാൻ. ഇതൊക്കെയാണ് പണികൾ. ലിപ്സ്റ്റിക്ക് ഇടാറില്ല വെച്ചാൽ ആക്സിഡൻറ്റിന് ശേഷം അങ്ങനെ. ഇപ്പോൾ കോര നോക്കുക, ഞാൻ സംസാരിക്കുന്നതിന് ഒരാളെ സംസാരിക്കുന്നുണ്ട്. പൊട്ട് കൊടുക്കുക, പക്ഷെ പൊട്ട് വെച്ചാൽ ഇരിക്കുന്നില്ല. ഇതിപ്പോൾ ഇവിടെ ഇപ്പം ഇരിക്കണമെങ്കിലും അങ്ങ് വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താ ചെയ്യും, അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. കരിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിനെ ഒരു ബ്യൂട്ടീഷ്യൻ അല്ലേ എന്നൊരു ഇതിൽ നമുക്ക് കരിയൊക്കെ ഇടാം. ഐലൈനർ വരയ്ക്കണമെന്നുണ്ട്, പക്ഷെ ഇത് പെട്ടെന്ന് തീർന്നു. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ വല്ല റീൽസ് ചെയ്യുമ്പോഴോ വല്ല ഫങ്ഷനോ ഒക്കെ ഉള്ളപ്പോൾ മാത്രം നമുക്കിത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തപ്പോൾ നമ്മളിത് എന്തിനാണ് ചുമ്മാ വേസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം സമ്മതിക്കില്ല. അപ്പോൾ നമുക്കിനി ഇപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടയിലോട്ട് പോവാം, ഷോപ്പിലോട്ട് പോവാം. ബാക്കി വീഡിയോ അവിടെ വെച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി. ഷോപ്പൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഒരു ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ട് ശേഷം അങ്ങനെ ഇരിക്കുകയാണ്. കസ്റ്റമർ ആരും ഇതുവരെ വന്നില്ല. അപ്പോൾ നമുക്കിനി അപ്പുറത്ത് പോയി കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സ്റ്റിച്ച് ചെയ്തിരുന്ന് കുറച്ച് കൊടുക്കാനുണ്ട്. കസ്റ്റമർ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഡീൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാം.
ഞാൻ ദാവണി സെറ്റിൻ്റെ ഒരു സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഉടുപ്പ് ഞാൻ നാളെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്, കാരണം ഇന്ന് എനിക്ക് സമയം കിട്ടത്തില്ല. പാർലറിൽ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ സ്റ്റാഫ് ഇന്ന് വരാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പാർലറിൽ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഓരോരോ വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാണ് സ്കേർട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.